ആരോഗ്യവും ദീർഘായുസ്സും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ബറക്കത്താകപ്പെട്ട സമയത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെ ജോലിയിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വപ്നത്തിൽ കാണുക അല്ലാഹു അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു റഅയ്തു ലൈലത ഉസ്രിയ ബി അലാ ബാബിൽ ജന്നതി മക്തൂബൻ. ഞാൻ സ്വർഗത്തിൽ ഇസ്രാ മിഅ്റാജിൽ സ്വർഗത്തെ പായയിൽ എത്തി വെച്ചത് കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു എന്തിനെ കണ്ടു? ഒരു മനുഷ്യന് സ്വതക്ക കൊടുത്തെങ്കിൽ ആ കൊടുത്ത ഒരു സ്വതക്കത്തിന് 10 ഇരട്ടി പ്രതിഫലം അല്ലാഹു എന്താക്കണം അവർക്ക് കൊടുക്കണായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സ്വർഗത്തെ വായിൽ എഴുതി വെച്ചതായിട്ട് ഇത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു. അതേപോലെ കടവുണ്ടല്ലേ ഒരു മനുഷ്യന് കട കൊടുത്തേക്ക് ആ മനുഷ്യൻ തന്നതിന്റെ കട തന്നോടുകയല്ല. ഞാനിപ്പോ 2 കുട്ട 9 പൈസ ഉണ്ട്. അപ്പൊ 2 കുട്ട വരാൻ വന്ന് കേൾക്കണോ എനിക്ക് ഒരു 1000 രൂപ പൈസ ഉണ്ടെങ്കിൽ കട തരുന്നുണ്ട്. അപ്പൊ ഞാൻ അയാൾക്ക് 1000 രൂപ കൊടുക്കണോ? ഈ കൊടുത്ത ആൾക്ക് അമ്മാവ് താരം ഇരട്ടി എത്ര ഇരട്ടി സ്വതക്ക് കൊടുത്തേക്ക് വെറും 10 ഇരട്ടി തന്നെ. പക്ഷെ കട ഒരാൾക്ക് കൊടുത്ത് സഹായിക്ക് 18 ഇരട്ടി പ്രതിഫലം അമ്മാവ് താരം കൊടുക്കാനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെ വായിൽ എത്തി വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു. അത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു യാ ജിബ്രീൽ. നബി ജിബ്രീലിനോട് ഇസ്രാ മിഅ്റാജ് രാത്രി സ്വർഗത്തിൽ ജിബ്രീലിനോട് കേൾക്കണേ യാ ജിബ്രീൽ മാ ബാലുൽ ഖർബി അഫ്ദലു ബിസ്സദഖത്തി. ഈ സദഖ കൊടുക്കുന്നതിനേക്കാൾ യാര പ്രതിഫല 10 ഇരട്ടി ആയെങ്കിൽ 18 ഇരട്ടി കടത്ത് കൊടുക്കണമെങ്കിൽ അല്ലാഹു തആല വെച്ചിരുന്നു. സ്വതക്കത്തിലല്ലേ ജാസ്തി. അപ്പോ സ്വതക്കത്തെക്കാൾ ഇരട്ടി കട കൊടുത്തക്ക് എന്ത് കിട്ടിയോ? അപ്പൊ ജിബ്രീൽ ചൊല്ലുന്നു ലിഅന്ന സായില യസ്അലു വഇൻദഹു. ഒർത്തങ്ങനെ യാചിച്ചോണ്ട് വണ്ടല്ലോ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ സ്വതക്ക കൊടുക്കുകയാണ് ഒരു മനുഷ്യനൊക്കെ ഇന്നിട്ടും ഞാൻ ഒരു സ്വതക്ക കൊടുക്കണം എന്ത് ഇല്ലാണ്ടായിട്ടില്ല. അവിടെ ചോറിനോട് ഒരാളൊക്കെ സ്വതക്ക തണ്ട്. അപ്പൊ സ്വതക്ക തരപ്പോ ചോദിക്കാണ്ടിരിക്കണം, അല്ല ഞങ്ങൾക്ക് ഇതൊക്കെ ഡ്രസ്സിക്കാണ്ടിരിക്കണം. ഇല്ല ഞങ്ങൾ സ്വതക്ക സ്വീകരിക്കണം. അപ്പൊ തന്റെ സ്വതക്ക സ്വീകരിക്കണം, കബൂലാക്കണം. അല്ലാഹു തന്റെ സ്വതക്ക കബൂലാക്കട്ടെ. അപ്പൊ ഞങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് തന്റെ അല്ല അങ്ങ് സ്വതക്ക തന്റെ എന്തൊരു ഉദ്ദേശം വെച്ചിട്ട് അങ്ങനെ ആഹാര രക്ഷപ്പെടുവാനായിട്ട്, അങ്ങനെ ദുനിയാവ് രക്ഷപ്പെടുവാനായിട്ട്, അങ്ങനെ തെറ്റെല്ലാം അല്ലാഹു തആല മാഫാക്കുവാനായിട്ടും സ്വതക്ക തന്റെ. പക്ഷേ കണക്കെട്ടുകൊണ്ട് ഒട്ടയാണ് പൈസ ഇല്ലാണ്ടാവുമ്പോ കഷ്ടത്തിൽപ്പെട്ടപ്പോ ടെൻഷനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പെരിയ വാക്കിൽ എടുത്തു കൊടുക്കണോ, അല്ലെങ്കിൽ അവർക്ക് പണിയും കെട്ടണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കഷ്ടത്തിൽ ബുദ്ധിമുട്ടുകൾ കുടുങ്ങിയിരിക്കുക ഒരു പൈസ കിട്ടുകൊണ്ട് തീർന്നുകൊണ്ടിരിക്കില്ല. ആ ടൈമിലായിട്ട് നമുക്ക് കട പേരോട് കേട്ടുകൊണ്ടോ ആ കട പേരോട് കേട്ടുകൊണ്ട് മനുഷ്യരുടെ ഒരു രൂപ അത്രയും ബേജാറ് അത്രയും ജാഗ്രതയോട് വേണ്ട. അപ്പൊ അവನು കട കൊടുത്ത് സഹായിക്കണ അവനും അല്ലാഹു തആല കൊടുത്തവർക്ക് കൊടുക്കുന്ന പ്രതിഫലം സദക്ക കൊടുത്തതിനേക്കാളും 18 ഇരട്ടി പ്രതിഫലം കൊടുക്കണം. അപ്പൊ കട കൊടുക്കുമ്പോൾ ഒട്ടരാശി മനുഷ്യന്മാർക്കും കുടിയന്മാർക്കും കൊടുത്തിട്ട് തന്നെ എന്താവണം തീരാ നാളെ ജീവനാണ് തന്നെ കൊടുക്കും തീരാ. ഇതിനെ തിരിച്ചിട്ടോടുമ്പോ കിട്ടില്ലെങ്കിൽ ഉത്തരവാദിത്തല്ലേ. കൊടുക്കുമ്പോൾ ജാഗ്രത നോക്കിയിട്ട് കട കൊടുക്കണോ. അത്രയും നല്ല നല്ല മനുഷ്യന്മാരെ നോക്കിയിട്ട് കട ആവശ്യമുള്ള മനുഷ്യന്മാരെ തേടിയിട്ട് അങ്ങനെ എന്താ കട കൊടുത്ത് സഹായിക്കണം. അല്ലാഹു തആല 18 ഇരട്ടി പ്രതിഫലം നൽകുന്നുണ്ട്. അല്ലാഹു നമ്മൾ ചൊല്ലിയതും ഇബ്നു മാജ അല്ലാഹു നമ്മൾ ചൊല്ലിയതും കേട്ടതും സാലിഹായ അമലിന്റെ കൂട്ടത്തിൽ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് അല്ലാഹു തആല ഖബർ നാം കേട്ടതെല്ലാം നേരം പോകാനുള്ള ഒരു അമലിന്റെ കൂട്ടത്തിൽ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമർ റഹീമീനായ അൽ മലിക്കുൽ മുലൂക്കായ പടച്ച തമ്പുരാനെ ഒരുപാട് ആൾക്കാർ ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തവരുണ്ട്. റബ്ബേ അവർ
റിസ്ക് ധാരാളമായി വിശാലമായി ചൊരിച്ചു തരണമെന്നും ഫിത്രക്കാരുടെ ഫിത്രയെ തൊട്ടും ചതിയന്മാരെ ചതിയെ തൊട്ടും കാക്കണമെന്നും സിഹിറന്മാരെ സിഹിറിനെ ബാധ്യനാക്കണമെന്നും സിഹിർ ചെയ്യുന്നവർ ചതി വെക്കുന്നവർ അവരെ എല്ലാവരും നീ നന്നാക്കണമെന്ന് അവരെ കൽബൊന്ന് ശുദ്ധിയാക്കണേ റബ്ബേ. അവർ ചെയ്യുന്ന തെറ്റുകളെല്ലാം നീ അവർക്ക് മാപ്പ് കൊടുക്കണമെന്ന് നല്ല വഴിയിലേക്ക് സഞ്ചരിക്കാനുള്ള തൗഫീഖ് നൽകണമെന്ന് എല്ലാ ശൈത്താന്റെ ശരനെ തൊട്ട് നമ്മെ എല്ലാവരും നീ കാക്കണമെന്ന് ഒന്നാമതായി മനുഷ്യ ശൈത്താന്റെ ഉപദ്രവത്തെ തൊട്ട് നമ്മെ എല്ലാവരും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ആക്സിഡന്റുകളെ തൊട്ട് കാക്കണമെന്ന് ജീവിച്ച് ഇസ്സത്തോടെ മരിക്കുന്നത് വരെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണമെന്ന് നമ്മുടെ ഭാര്യമക്കൾക്ക് നീ ആഫിയത്തും ആരോഗ്യവും സൗന്ദര്യവും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ നിന്റെ ബദരീകര കാവ നൽകണമെന്ന് പഠിച്ച തമ്പറാണി അവസാനം മരിക്കുമ്പോൾ ഒരു ഹക്കും ഒരു കടവും ബാക്കിയില്ലാതെ ശുദ്ധിയുള്ള സമയത്ത് യഥാർത്ഥ മുത്തക്കയായി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. നമ്മുടെ എല്ലാവരുടെ കുടുംബത്തിൽ മരിച്ചവർക്ക് നീ പുറത്തു കൊടുക്കണമെന്ന് അവർക്ക് നീ സ്വർഗം കൊടുക്കണമെന്ന് സ്വർഗത്തിൽ ഇഷ്ടമുള്ള കവാടങ്ങളിൽ പ്രവേശിക്കാൻ അവർക്കും നമുക്കും നീ തൗഫീഖ് നൽകണേ റബ്ബേ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. صلى الله